വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മധുര ഉറട്ടി. ഇതിന് ബോളൊന്നും കട്ടിപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. ഒരു ബോൾ വറുത്ത പച്ചരി മാവ്, അത്രയും തന്നെ അളവിൽ തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മധുരം. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്തതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവം, കുറച്ചുകൂടെ ലൂസായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ മിക്സ് ചെയ്ത കൂട്ടിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലത്തെ ഒരു ബോൾ പരുവത്തിൽ നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഇതുപോലത്തെ ബോൾ പരുവത്തിൽ മാറ്റി വെക്കാം. ഇനി ഒരു തവ എടുക്കാം. തവയിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. ഈ നേരത്തെ ചെയ്ത് വെച്ച ബോള് 2 ബോളായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, 2 ഉണ്ടയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരു ബോളെടുത്ത് ഇതിലേക്ക് വെച്ച് തവയിലേക്ക് വെച്ച് സാവധാനം ഒന്ന് വിരലുകൾ കൊണ്ട് പരത്തി എടുക്കണം. പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വിരലിൽ വെള്ളം നനച്ചിട്ട് നമ്മുടെ ആവശ്യത്തിന്, തീരെ കട്ടി കുറച്ചല്ല, കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുക്കാം. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലൊരു പലഹാരമാണിത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട്, കണ്ടോ, ഒരു ചെറിയ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിതിന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. ഒരു 1.5 മിനിറ്റ് കൂടുമ്പോൾ ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. കണ്ടോ, 2 വശം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി. അങ്ങനെ നമ്മുടെ മധുര ഉറട്ടി റെഡി ആയിട്ടുണ്ട്. 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കേ.